റിയാക്ട് ആപ്ലിക്കേഷനാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ അപ്ലോഡ് CSV എന്നൊരു ബട്ടൺ ഉണ്ട്. താഴെ വരെ നിങ്ങൾക്ക് ഒരു കാർഡും കാണാൻ പറ്റും. ഇത് കാർഡല്ല, ഇത് MUIന്റെ ഡാറ്റ ഗ്രിഡ് എന്ന കോമ്പണന്റ് ആണ്, ലൈക്ക് എ ടേബിൾ. ഇവിടെ ഞാൻ അപ്ലോഡ് CSV ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു CSV ഫയല് അതിലേക്ക് സെലക്ട് ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ CSV ഫയലിലുള്ള എല്ലാ കണ്ടന്റും പാഴ്സ് ചെയ്തതിന് ശേഷം MUIന്റെ ഈ ഡാറ്റ ഗ്രിഡ് എന്ന കോമ്പണന്റിലേക്ക് ലോഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ കൊടുത്ത ഈ ഒരു CSV ഫയലിൽ 4 കോളങ്ങളായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് ID, നെയിം, ഏജ് ആൻഡ് ഇമെയിൽ. അതും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകളും ഈ ഒരു പെർട്ടിക്കുലർ ടാബിളിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാം ഇവിടെ പേജിനേഷനും ബൈ ഡിഫോൾട്ട് എനേബിൾ ആണ്. ഇതൊക്കെ MUIന്റെ ഡാറ്റ ഗ്രിഡ് കോമ്പണന്റിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉള്ളതാണ്. പക്ഷേ ഈ പാഴ്സിങ് ചെയ്തിരിക്കുന്നത് പപ്പ പാഴ്സ് എന്ന യൂസ് ചെയ്തിരുന്ന ഒരു പപ്പ പാഴ്സ് എന്ന് പറഞ്ഞ ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് ഈ പാഴ്സിങ് ചെയ്തിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ എൻ്റെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം.